നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെൽമ ലാഗർലോഫിൻ്റെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന സ്റ്റോറിയാണ്. സെൽമ ലാഗർലോഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷി വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ വിച്ച് വാസ് അവാർഡ് ടു ഹെർ 1907. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിതാ എഴുത്തുകാരിയാണ് സെൽമ ലാഗർലോഫ്. സെൽമ ഒരു സ്വീഡിഷ് എഴുത്തുകാരിയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഷി വാസ് ആൾസോ ദ ഫസ്റ്റ് വുമൺ ടു ബി ഗ്രാൻഡഡ് എ മെമ്പർഷിപ്പ് ഇൻ ദ സ്വീഡിഷ് അക്കാദമി. സ്വീഡിഷ് അക്കാദമിയിൽ ആദ്യമായിട്ടൊരു സ്ത്രീക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നതും സെൽമ ലാഗർലോഫിനാണ്. ഈ കഥയുടെ ടൈറ്റിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. ഡെപ്ത്സ് എന്ന് വെച്ചാൽ കടം, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? നന്ദി, കൃതജ്ഞത, ഉപകാരസ്മരണ എന്നൊക്കെ പറയും. അപ്പോൾ കൃതജ്ഞതയുടെ കടങ്ങൾ എന്നാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ അർത്ഥം. അതെന്താണെന്ന് നമുക്ക് കഥയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏതായാലും കഥയിലേക്ക് കടക്കാം. A few days ago, I was sitting in the train bound for Stockholm. അപ്പോൾ കഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറയാണ്, ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ് ആക്കിയത്. നമ്മുടെ എഴുത്തുകാരി പറയാണ്, എ ഫ്യൂ ഡേയ്സ് എഗോ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്, ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ, ഞാൻ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു, അല്ലെ? എവിടേക്കാണ്? ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം, സ്റ്റോക്ക്ഹോമിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്, അതൊരു വൈകുന്നേരമായിരുന്നു. There was little light in my compartment. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിനകത്ത് വെളിച്ചമൊന്നുമില്ല, ട്രെയിനകത്ത് വെളിച്ചമില്ല. ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്, പുറത്തും അതേപോലെ വെളിച്ചമൊന്നുമില്ല എന്ന് പറയാണ്. ഈവനിങ് ആയിട്ടുണ്ട്. മൈ ഫെലോ പാസഞ്ചേഴ്സ് വേർ ഡോസിങ്, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൊക്കെ ഉറക്കത്തിലാണ്. ഡോസിങ് എന്ന് വെച്ചാൽ മയക്കത്തിലാണ്. ആൻഡ് ഐ വാസ് വെരി ക്വൈറ്റ്, ഞാൻ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിന്റെ ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ വളരെ ക്വൈറ്റായിട്ട് ശാന്തമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. And then I began to think of all the other times I had come up to Stockholm. ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്? ഓൾ അതർ ടൈംസ്, ഞാൻ ഒരുപാട് തവണ, അല്ലേ, ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം, ഞാൻ അതിന് മുമ്പൊക്കെ സ്റ്റോക്ക്ഹോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്. അപ്പോൾ പതിവായിട്ട് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, റിസ്കി ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്, അല്ലേ? സച്ചസ് ഏതുപോലെ ടു പാസ് എക്സാമിനേഷൻസ്, പരീക്ഷകൾ പാസ്സാവുന്ന പോലെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായുള്ള കാര്യങ്ങൾ ഞാൻ പതിവായിട്ട് ചെയ്യാറുണ്ട്. ആൻഡ് നൗ, അപ്പോൾ ഇപ്പോഴാണെങ്കിലോ, ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ഞാൻ ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് വരികയാണ്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വിസിറ്റാണ്. കാരണം സ്റ്റോക്ക്ഹോമിലേക്ക് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ എൻ്റെ വരവെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് റിസ്കി ആയിട്ടുള്ള, കുറച്ച് ഓർമ്മകൾ തരുന്ന ഒരു വിസിറ്റാണ്, ഒരു സന്ദർശനമാണെന്ന് എഴുത്തുകാരി തുടക്കത്തിൽ തന്നെ പറയണം. Deep within me, however, was a wondrous joy at receiving this prize. അപ്പോൾ ഈ ഒരു പ്രൈസ് നേടുക, റിസീവ് ചെയ്യുക എന്നുള്ളത്, സ്വീകരിക്കുക എന്നുള്ളത് ഒരു വണ്ടറസ് ആയിട്ടുള്ള, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നോബൽ സമ്മാനം കിട്ടുക, അതും ആദ്യമായിട്ടൊരു സ്ത്രീക്ക് എന്ന് പറയുന്നതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്, അല്ലേ? ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആങ്സൈറ്റി എന്താണ്? ഡിസ്പെൽ ചെയ്യാണ്, ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? തിങ്കിങ് ഓഫ് ദോസ് ഹു വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ എൻ്റെ നല്ല കാര്യത്തിനെ പറ്റിയിട്ട്, എൻ്റെ നന്മയെ പറ്റിയിട്ട് ആസ്വദിക്കുന്ന, എൻ്റെ നന്മയെ പറ്റി വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എന്നെ വെൽവിഷേഴ്സ് ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള എൻ്റെ ആങ്സൈറ്റി ഞാൻ അങ്ങനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ദേ വർ മൈ ഗുഡ് ഫ്രണ്ട്സ്, എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അല്ലേ? മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരന്മാരുണ്ട്. ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരിമാരുണ്ട്. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അല്ലേ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? മൈ ഓൾഡ് മദർ, എൻ്റെ പ്രായം ചെന്ന അമ്മയാണ്. ഹൂ സിറ്റിംഗ് ബാക്ക് ഹോം, അല്ലേ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും കാത്ത് വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയാണ്, അല്ലേ? വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. അവരൊക്കെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു ദിവസം കാണാനാണ്. ഞാൻ ഈ ഒരു നോബൽ സമ്മാനം നേടുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രായമായ അമ്മ വീട്ടിലുണ്ട്, എൻ്റെ സഹോദരിമാരുണ്ട്, എൻ്റെ സഹോദരന്മാരുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ആ ഉത്കണ്ഠ, അവരെ പറ്റി ആലോചിച്ചുള്ള എൻ്റെ ചിന്തകളൊക്കെ ഞാൻ പതിയെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറയാം. അപ്പോൾ എന്നെ പറ്റിയിട്ട് എൻ്റെ നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എഴുത്തുകാരി പറയണം. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ. പിന്നീട് ഞാൻ ആലോചിച്ചത് എൻ്റെ അച്ഛനെ പറ്റിയാണ്. ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറോ. അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് അഗാധമായ ദുഃഖം തോന്നി. ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. കാരണം മകള് ഇത്രയും വലിയൊരു സമ്മാനം നേടാൻ പോവുകയാണല്ലേ. അമ്മ ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായ നിമിഷത്തിൽ അത് കാണാൻ അച്ഛനില്ല എന്ന് എഴുത്തുകാരി ഓർത്തു പോവണം. I could not go and tell him that I had been awarded the Nobel Prize. എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിനോട് ചെന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് നോബൽ സമ്മാനം നേടി എന്നുള്ളത്. കാരണം അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. I knew that no one would have been happier than he to hear this.
അപ്പം ഇത് കേട്ടാൽ അച്ഛനെ പോലെ സന്തോഷമുള്ള വേറെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു എന്ന് എഴുത്തുകാരി പറയണം. യെസ്, ഇറ്റ് വാസ് എ ഡീപ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം. അപ്പോൾ അച്ഛനോട് പറയാതിരുന്നത് എനിക്ക് വലിയൊരു ദുഃഖമാണെന്ന് എഴുത്തുകാരി തിരിച്ചറിയണം. All rustle and bustle ceased and the sound of the wheels become a soothing peaceful melody. അപ്പോൾ എഴുത്തുകാരി ഇങ്ങനെ അച്ഛനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആ ട്രെയിനിൻ്റെ റസൽ ആൻഡ് ബസിൽ ആ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ സീസ്ഡ്, അത് നിലച്ചു എന്ന് പറയണം. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ വീൽസ്, ആ ചക്രങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് ബിക്കം എ സൂത്തിങ്, അത് വളരെ വളരെ കേൾക്കാൻ ഇമ്പമാർന്നുള്ള ഒരു സൗണ്ടായിട്ട് മാറി എന്ന് പറയണേ. എ പീസ്ഫുൾ മെലഡി, സമാധാനപരമായുള്ള സംഗീതം പോലെ ആ ട്രെയിനിൻ്റെ ശബ്ദം എഴുത്തുകാരിക്ക് തോന്നുകയാണ്. The coaches no longer seem to run on rails and sleepers but to glide into space. അപ്പോൾ ആ ട്രെയിനിൻ്റെ കോച്ചുകൾ ഇങ്ങനെ ഓടുന്ന പോലെ, അല്ലെങ്കിൽ ആ സ്ലീപ്പേഴ്സൊക്കെ റെയിലിൻ്റെ മുകളിൽ ഓടുന്ന പോലെ എഴുത്തുകാരിക്ക് തോന്നിയിട്ടില്ല. പകരം അതിങ്ങനെ ശൂന്യാകാശത്തേക്ക് ഗ്ലൈഡ് ചെയ്യുന്ന പോലെ. അപ്പോൾ എഴുത്തുകാരി അച്ഛനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അത് പതിയെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ശൂന്യാകാശത്തേക്ക് പോകുന്ന പോലെ എഴുത്തുകാരിക്ക് തോന്നുകയാണ്. Sat there and thought how much I should like to see my old father again. അപ്പോൾ എഴുത്തുകാരി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അച്ഛനെ വീണ്ടും കാണാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെന്റ് ഓഫ് ദ ട്രെയിൻ ദാറ്റ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഐ വാസ് ഓൺ ദിസ് എർത്ത്. അപ്പോൾ തീവണ്ടിയുടെ ആ ചലനമൊക്കെ എഴുത്തുകാരിക്ക് ശബ്ദമില്ലാത്ത പോലെ തോന്നുകയാണ്. കാരണം സാധാരണ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തീവണ്ടിക്ക് നല്ല ശബ്ദം ഉണ്ടായിരിക്കും അല്ലേ, അകത്തിരിക്കുന്ന ആളുകൾക്ക്. പക്ഷെ ഇവിടെ എഴുത്തുകാരിക്ക് തോന്നുകയാണ് ആ തീവണ്ടിയുടെ ശബ്ദമൊക്കെ ഒന്നും ശബ്ദരഹിതമായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലാണ് ഞാനെന്ന് സങ്കല്പിക്കാൻ പോലും എഴുത്തുകാരിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം, അങ്ങനെ ഞാൻ ആ ദിവാസ്വപ്നം കാണാൻ തുടങ്ങി എന്ന് പറയണം. അതായത് എഴുത്തുകാരി പഴയകാല ഓർമ്മകളിലോട്ട് ആ ഒരു അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളിലോട്ട് കടന്ന സമയത്ത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്, ഭൂമിയിലാണെന്നുള്ള ചിന്തയൊക്കെ മറന്ന് ഇങ്ങനെ ഒരു വേറെ ലോകത്തേക്ക് പോകുന്ന പോലെ എഴുത്തുകാരിക്ക് തോന്നുകയാണ്. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ് I seem to have heard of such things happening to other people, why then not to myself? അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മരിച്ചുപോയ അച്ഛനെ ഞാൻ അപ്പോൾ പാരഡൈസിൽ വെച്ചിട്ട്, പാരഡൈസ് വെച്ചാൽ സ്വർഗത്തിൽ വെച്ച്, പരദീസയിൽ വെച്ചിട്ട് ഞാൻ അച്ഛനെ കാണുകയാണെങ്കിൽ, സാധാരണ ഞാൻ മറ്റുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചുകൂടാ? അപ്പോൾ മരിച്ചുപോയ അച്ഛനെ തൻ്റെ ഓർമ്മകളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ആ ചിന്തകളിലൂടെ കടന്ന്, ആ ഒരു ദിവാസ്വപ്നത്തിലൂടെ കടന്ന് ആ ഒരു പരദീസയിലെത്തി, സ്വർഗ്ഗലോകത്തിലെത്തിയിട്ട് അച്ഛനെ കാണുകയാണെന്നുള്ള ചിന്താഗതിയിലേക്ക് എഴുത്തുകാരി എത്തുകയാണ്. കാരണം മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് കവി ഓർത്തെടുക്കണം. ദ ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ, ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഹാർഡ് അലോങ് വേ ടു ഗോ ഇറ്റ്, ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്, പക്ഷേ ആ ട്രെയിനിനേക്കാൾ വേഗതയിൽ എൻ്റെ ചിന്തകൾ മുന്നോട്ട് കുതിക്കുകയാണെന്ന് എഴുത്തുകാരി പറയണം. ഫാദർ വിൽ സെർട്ടൺലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. അപ്പോൾ അച്ഛനെ കാണാൻ ഞാനിങ്ങനെ പരദീസിലെത്തിയ സമയത്ത് അച്ഛൻ സ്വാഭാവികമായിട്ടും ഒരു ചാരു കസേരയിൽ, ആടുന്ന കസേരയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. എവിടെയാണത്? വരാന്തയിലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അച്ഛനിരിക്കുന്നതിന് മുമ്പിലായിട്ട് വലിയൊരു ഗാർഡൻ, പൂന്തോട്ടം ഉണ്ടായിരിക്കും. അവിടെ നിറച്ചും സൺഷൈൻ, സൂര്യപ്രകാശം ഉണ്ടായിരിക്കും. അവിടെ ഫ്ലവേഴ്സ്, പൂക്കൾ ഉണ്ടായിരിക്കും. ബേർഡ്സ്, പക്ഷികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ പൂങ്കാവനത്തിൽ, പ്രത്യേകിച്ചും ഇതൊരു പാരഡൈസാണ്, സ്വർഗ്ഗലോകമാണ്. ആ സ്വർഗ്ഗലോകത്തിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം. ഹി വിൽ ബി റീഡിങ്, ഓഫ് കോഴ്സ്, അച്ഛൻ തീർച്ചയായിട്ടും വായിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് വെൻ ഹി സീസ് മീ, അപ്പോൾ അച്ഛൻ എന്നെ കാണുകയാണെങ്കിൽ, ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, അച്ഛൻ്റെ ബുക്ക് അവിടെ താഴ്ത്ത് വെക്കും. പുഷ് ഹിസ് സ്പെറ്റക്കിൾസ് ഹൈ അപ്പ് ഓൺ ഹിസ് ഫോർഹെഡ്, എന്നിട്ട് കണ്ണാടി എന്ത് ചെയ്യാണ്, നെറ്റിയിലേക്ക് പൊന്തിക്കും. ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവാർഡ് മീ, എണീറ്റ് എൻ്റെ അടുത്തേക്ക് വരും. ഹി വിൽ സേ, എന്നിട്ട് അച്ഛൻ ചോദിക്കുമായിരിക്കും, ഗുഡ് ഡേ മൈ ഡോക്ടർ, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു, നിനക്ക് ഗുഡ് ഡേ നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു, നിന്നെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അച്ഛൻ പറയാണ്. വൈ യു ആർ ഹിയർ, എന്താ നീ ഇവിടെ? ആൻഡ് ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട് മൈ ചൈൽഡ് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ജസ്റ്റ് ആസ് ഹി ആൾവേസ് ടു ഡു, അച്ഛൻ എപ്പോഴും ചോദിക്കുന്ന പോലെ നിനക്ക് എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇത്രയും നേരം ആ എഴുത്തുകാരി ഒരു ട്രെയിൻ യാത്രയ്ക്കകത്ത് അവളിങ്ങനെ ഓർമ്മയിൽ വരികയാണ്. തൻ്റെ അച്ഛനെ പറ്റി ഓർമ്മയിൽ വന്നപ്പോൾ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്, അച്ഛൻ പാരഡൈസിലാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവളിങ്ങനെ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെ സംഭവിക്കാൻ, അച്ഛൻ എന്തൊക്കെ പറയും എന്നുള്ള ഇവളിങ്ങനെ കാണുകയാണ് മനസ്സിൽ. ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഈസ് റോക്കിംഗ് ചെയർ, അപ്പോൾ എന്നെ കണ്ട സമയത്ത് അച്ഛൻ എണീറ്റ് എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് അച്ഛൻ കസേരയിൽ ഇരിക്കുമായിരിക്കും. ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ, എന്നിട്ട് അച്ഛൻ അത്ഭുതപ്പെടാനുള്ള കാരണം, വൈ ഐ ഹാവ് കം ടു സീ ഹിം, ഞാൻ എന്തിനാണ് അച്ഛനെ കാണാൻ എവിടേക്ക് വന്നതെന്നുള്ളതായിരിക്കും അച്ഛനെ അത്ഭുതപ്പെടാനുള്ളൊരു കാരണം.
യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് അമിസ്, അവിടെ വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മകളെ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. ഹി വിൽ ആസ്ക് സഡൻലി, അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു. നോ ഫാദർ, ആൾ ഈസ് വെൽ, കുഴപ്പമൊന്നുമില്ല അച്ഛൻ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഐ വിൽ റിപ്ലൈ, ഞാൻ ഉത്തരം കൊടുത്തു. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം, അങ്ങനെ ഞാൻ എൻ്റെ ആ വാർത്ത അച്ഛനോട് പറയാൻ വേണ്ടി പോവാൻ. എന്താണ് വാർത്ത? എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ ഞാൻ പോവുകയാണ് എന്നുള്ള വാർത്ത അച്ഛനെ അറിയിക്കാൻ പോവുകയാണ്. ഐ വിൽ ഡിസൈഡ് ടു കീപ്പ് ഇറ്റ് ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ. അപ്പം ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് പറയണ്ട അല്ലേ, അതെന്ത് ചെയ്യുക, ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്, അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ട് പറയാതെ വളച്ചൊടിച്ച് പറയാമെന്ന് തീരുമാനിക്കണം. അതായത് ഞാനൊരു എഴുത്തുകാരിയായി മാറിയിട്ടുണ്ട്, എനിക്കിങ്ങനെ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് അച്ഛനോട് നേരിട്ട് പറയേണ്ട, വളച്ചൊടിച്ച് പറയാമെന്ന് തീരുമാനിക്കണം. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ, ഐ വിൽ സേ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛൻ ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം ചോദിക്കാനാണ് വന്നതെന്ന് അവൾ പറയാണ്. ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്, എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ കടത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഒരു കടക്കണിയിലാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അച്ഛനോട് മകൾ ചോദിക്കുകയാണ്. ഐ ആം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ. അപ്പോൾ അച്ഛൻ പറയുകയാണ് എനിക്ക് ഈ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാദർ വിൽ റിപ്ലൈ, അച്ഛൻ ഉത്തരം പറയുക അങ്ങനെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ സ്വർഗത്തിലേക്കുന്ന അച്ഛൻ എങ്ങനെയാണ് വല്ല കടക്കണി തീർക്കാൻ പറ്റുക? വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിഥിങ് എക്സെപ്റ്റ് മണി. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ എല്ലതും ഉണ്ട്, സ്വർഗത്തിൽ എല്ലതും ഉണ്ട്, പക്ഷേ ഇവിടെ എന്ത് മാത്രമില്ല, എക്സെപ്റ്റ് മണി, പണം മാത്രമില്ല എന്ന് പറയണം. അപ്പോൾ പണത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഓ ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഓ, അപ്പോൾ ഇത് പണത്തിൻ്റെ കാര്യമില്ല അച്ഛാന്ന് മകൾ പറയണം. ഡു യു റിമെമ്പർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ പിയാനോ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്നെ പിയാനോ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കണം. ആൻഡ് സിംഗ് ബെൽമെൻ സോങ്, നിങ്ങൾ ബെൽമെൻ്റെ പാട്ടുകൾ പാടിയിരുന്ന ഓർമ്മയുണ്ടോ? ബെൽമെൻ എന്ന് വെച്ചാൽ സ്വീഡിഷിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്, പോയറ്റൊക്കെയാണ്. അപ്പോൾ ബെൽമെൻ്റെ പാട്ടുകൾ എന്നെ കേൾപ്പിച്ചിരുന്നു, നിങ്ങൾ പാടിയിരുന്നു, എന്നെ പഠിപ്പിച്ചിരുന്നു, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടു എസ് ചിൽഡ്രൻ, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് നിങ്ങൾ പാടി തന്നിരുന്ന ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടാഗ്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ, ഇവരൊക്കെ സ്വീഡിഷിലെ എഴുത്തുകാരാട്ടോ. അപ്പോൾ ടാഗ്നറിൻ്റെയും റൺബർഗിൻ്റെയും ആൻഡേഴ്സിൻ്റെ ഒക്കെ കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഞങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ആ കവിതകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്, അവിടുന്ന് മുതലാണ് ഞാൻ ആദ്യമായിട്ട് കടക്കണിയിൽ വീഴുന്നത്, ഞാൻ കടക്കാരനാവുമെന്ന് പറയുന്നു. ഫാദർ, ഹൗ ഷാൾ ഐ എവർ റീപേ ദം ഫോർ ടീച്ച് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. അതായത് ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ കഥകൾ അല്ലേ, പ്രത്യേകിച്ച് യക്ഷി കഥകൾ, ഫെയറി ടെയിൽസ്, അതുപോലെ സാഗാസ് ഓഫ് ഹീറോസ്, അതായത് നായകന്മാരുടെ വീരകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കഥകളും കവിതകളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നത് മുതൽ ഞാൻ കടക്കാരിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആ കടം എങ്ങനെ റീപേ ചെയ്യും, ആ കടം ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കുന്നതാണ് മകൾ ചോദിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ കഥയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ തലക്കെട്ട് നമുക്ക് ഏകദേശം കണക്റ്റ് ആവുന്നത്. കാരണം ഇവിടെ എഴുത്തുകാരി കടക്കാരിയാണ്. ആ കടം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത കഥകളൊക്കെയാണ്. ആ കടം അവളുടെ ഉള്ളിലുണ്ട്, അതെങ്ങനെ തിരിച്ചടയ്ക്കുന്നുള്ള ചോദ്യമാണ് കവിയുടെ ഉള്ളിൽ വരുന്നത്. ഫാദർ വിൽ സ്ട്രൈറ്റൺ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. അപ്പോൾ അച്ഛൻ ഈ ചോദ്യം കേട്ട സമയത്ത് അച്ഛൻ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് എണീറ്റിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അവൾ സ്വപ്നം കാണും, കാരണം മരിച്ചുപോയ അച്ഛനല്ലേ. അപ്പോൾ അവളുടെ ആ ദിവാസ്വപ്നത്തിൽ കാണുകയാണ് അല്ലേ. അച്ഛൻ ആ കസേരയിൽ നിന്ന് എണീക്കും. ആൻഡ് ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അച്ഛൻ്റെ കണ്ണുകളിൽ ആ ഒരു വണ്ടർ, അത്ഭുതം കാണാൻ കഴിയുന്ന അവൾ വിചാരിക്കുകയാണ്. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്റ്റ്. അപ്പോൾ നിന്നെ ഞാൻ ഇത്തരത്തിൽ കടക്കാരനാക്കിയതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു അച്ഛൻ പറയുകയാണ് അല്ലേ. ഹി വിൽ സേ, അച്ഛൻ അങ്ങനെ പറയുമായിരിക്കുന്ന ഇവളിങ്ങനെ കാണുകയാണ്. ഈ പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.